ഈ സമൂഹത്തിലെ ഓരോ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇപ്പോൾ പോരാടുന്നത്. അത് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത്. കുറച്ച് ദിവസം മുന്നേ ഹാപ്പി ലാൻഡിലുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷമാണ് എനിക്കൊരു മെസ്സേജ് വന്നത്. ഒരമ്മയുടെ മെസ്സേജായിരുന്നു. അവരെന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമായിരുന്നു, എൻ്റെ മോന് വേണ്ടി സംസാരിക്കാവോ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ തമ്മിൽ 10 മിനിറ്റോളം സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച ഓഡിയോയിൽ ഏതാനും ഭാഗങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. ഇപ്പോഴും വിശ്വസിക്കുന്നത് മോന് ഫുഡ് തൊണ്ടയിൽ കുടുങ്ങി സംഭവിച്ചതാണ്. ഞങ്ങൾക്ക് സ്വന്തം വണ്ടി ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങളെ കൊച്ചിനെ കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചില്ല. പിറ്റേന്ന് എന്റെ ചേച്ചീനെയൊക്കെ അവിടെ തെളിവിന് കൊണ്ടുപോയപ്പോ അതേ സ്വിമ്മിംഗ് പൂളിൽ അവിടെ പിള്ളേർ കളിക്കുന്നുണ്ട്. അവിടെ ഒരു CCTV ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോന് എന്താണ് നടന്നതെന്ന് സമൂഹം അറിഞ്ഞേനെ. ശരി, ഞങ്ങൾ എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ അവിടെ പോവാതിരുന്നെങ്കിൽ എനിക്ക് അവൻ എന്റെ കൂടെ കണ്ടേനെ. അവർ പറഞ്ഞതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കാരണം ലെങ്തിനെ ബാധിക്കുന്നുള്ളത് കൊണ്ട് കുറച്ചേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലെ മെയിൻ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ശരിക്കും അവരുടെ നിസ്സഹായ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. എന്ത് കഷ്ടമാണ്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം, അവരൊരിക്കലും ഹാപ്പി ലാൻഡ് അടച്ചുപൂട്ടണം, വേരോടെ പിഴുതെറിയണം എന്നുള്ളൊരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ മകന് സംഭവിച്ച ആ ഒരു അപകടം അത് ഇനി ഹാപ്പി ലാൻഡിൽ വരുന്ന ഒരു കുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് അവർ ഈ നീതിക്ക് വേണ്ടി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരിക്കലും ഹാപ്പി ലാൻഡിനെ മാത്രം കുറ്റപ്പെടുത്തിയല്ല അവർ സംസാരിക്കുന്നത്. ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടുകൂടിയാണ് ഞങ്ങളുടെ മകൻ മരിച്ചത്. പക്ഷേ ഹാപ്പി ലാൻഡിനെതിരെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഇങ്ങനൊരു അപകടം നടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ലൈഫ് ഗാർഡ് അവിടെ ഇല്ല. സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്ത് എവിടെയും ഇല്ല ആളുകൾ. കൊച്ചു കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ന്യായം തിരക്കാനായിട്ട് അവിടെ ഒരു CCTV ക്യാമറ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വർക്ക് ചെയ്യാൻ പോകുന്നുമില്ല. പിന്നെ ആംബുലൻസ് ഇല്ല, ഫസ്റ്റ് എയ്ഡ് ഇല്ല, ഒരു സുരക്ഷാ സംവിധാനങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ കൂടി അവരുടെ പക്കലുള്ളതായിട്ട് അവർ പറയുന്ന ഒരു ഒമിനി വാന് മാത്രമാണ്. അപകടത്തിൽപ്പെട്ട് ഇവരുടെ മകനെ രക്ഷപ്പെടുത്തിയത് അവിടെ തന്നെ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേരാണ്. അതിനുശേഷം കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ വാഹനത്തിൽ കൊണ്ടുപോകാൻ ഇവർ സമ്മതിച്ചില്ല എന്നുകൂടിയാണ് അവർ പറയുന്നത്. അവരുടെ ഒമിനി ഉണ്ട്, ആ ഒമിനി വരട്ടെ, ആ ഒമിനിയിൽ കൊണ്ടുപോകാം. അത്രയും സമയം അവിടെ ചെലവഴിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ് കുട്ടി മരിച്ചതായിട്ട് അവർ പറയുന്നത്. ഈ പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങൾ ഹാപ്പി ലാൻഡിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചിരുന്നാലും രക്ഷപ്പെടുമായിരുന്നില്ലേ? പകരം നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ മരണകാരണം ഒന്ന് മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് മരിച്ചുപോയ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ്. ഇതെനിക്ക് തന്നത് അമ്മ തന്നെയാണ്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുട്ടി മുങ്ങി മരിച്ചതാണെന്ന്. ഇതിലെ കോസ് ഓഫ് ഡെത്തിൻ്റെ ആ സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ആർ കൺസിസ്റ്റൻറ്റ് വിത്ത് ഡെത്ത് ഡ്യൂ ടു ഡ്രൗണിങ്. ഈ ഒരു റിപ്പോർട്ട് കളവാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായി, ഒരു കുട്ടി മരിച്ചു എന്നുള്ള ഒരു കൂസലും ഇല്ലാതെ അവർ വളരെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞിട്ട് അവർ പ്രവർത്തിക്കുകയാണ് വീണ്ടും. ഒരു കൊച്ചുകുട്ടി മരിച്ചതിനെ വളരെ നിസ്സാരമായിട്ട് കണ്ട നിങ്ങൾ ഇതിന് തക്കതായ ശിക്ഷ ലഭിക്കാനും ഇതിന് തുടർ നടപടികൾ ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കാനും അർഹരായവർ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ.